ഒരു ഭാഗത്ത് ഒരു കൂട്ടം ആരാധകരുടെ പ്രതിഷേധം, മറുഭാഗത്ത് മറ്റൊരു കൂട്ടം ആരാധകരുടെ പിന്തുണ. ഇതിൽ ഏതാകും വിജയിക്കുക എന്ന ചിന്ത കൊച്ചിയുടെ അന്തരീക്ഷത്തിൽ ഏറെക്കുറെ ചോദ്യചിഹ്നമായി വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അതിനിടയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് ദാനമായി നൽകുന്ന അവസരം ജെറി ഗോളാക്കി മാറ്റുന്നത്. രണ്ട് ചേരിയായി തിരിഞ്ഞ രണ്ടു കൂട്ടം വിഭാഗത്തിൽ ഒരുവർക്ക് അത് അനുകൂലമായി മാറി, മറ്റു ചിലർക്ക് വിപരീതമായും. കാര്യങ്ങളെങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇന്നലെ ദിവ്യയുടെ കാൽപാദം കൊണ്ട് കോറിപ്പരിക്കേറ്റ പുൽമൈതാനത്ത് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ തികച്ചും ഒഡീഷ എഫ്സിക്കെതിരെ ഡോമിനേറ്റ് ചെയ്യപ്പെട്ടത് വലിയൊരു തിരിച്ചുവരവിന് സൂചിപ്പിക്കുന്ന കളിശൈലി ഒന്നുകൊണ്ട് തന്നെയാണ്. ആ കളിയിൽ അറിയാതെ രോമാഞ്ചപ്പെട്ടു പോയിരുന്നു. നിരന്തരമായ ആക്രമണങ്ങളും പന്ത് കൈവശം വെക്കുന്ന രീതികളും കണ്ട് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചുവരവിനുള്ള സാധ്യത കൂട്ടിക്കൊണ്ടേയിരുന്നു. ആ സാറ്റിസ്ഫാക്ഷൻ ഒന്നുകൊണ്ട് മാത്രം കളി വിജയിക്കണമെന്നില്ല. അവർക്ക് തങ്ങളെ നിരന്തരം വിമർശിക്കുന്നവർക്ക് മറുപടി നൽകണമായിരുന്നു. അതിനായി നിരവധി തവണ ഒഡീഷ എഫ് സി തീർത്തിരുന്ന ഡിഫൻസിംഗ് രേഖ ഭേദിക്കുക തന്നെ വേണം. ഒരൊറ്റ ഗോളിൻ്റെ മുൻതൂക്കം നിലനിർത്തുകയല്ലാതെ പല താരങ്ങളുമില്ലാതെ ഗെയിം പ്ലാൻ സെറ്റ് ചെയ്ത ലബോറയുടെ ഒഡീഷ എഫ് സിക്ക് ജാഹുവിനെ മാത്രം മുൻനിർത്തി അതിൻ്റെ എണ്ണം കൂട്ടാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നില തുടർന്ന് മുന്നോട്ട് പോകട്ടെ എന്ന് അയാൾ വിചാരിച്ചു കാണും. പണ്ട് ഒരു ചൊല്ലുണ്ടായിരുന്നു, ഇന്ന് അതുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്നലെ അത് തീർത്തും ഞാൻ സാക്ഷിയായി. അതെ, കൊച്ചി ഞങ്ങൾക്ക് വീടും നിങ്ങൾക്ക് നരകവുമാണെന്ന്. അതിൻ്റെ ചൂട് അവർ അനുഭവിച്ചു തുടങ്ങിയത് 60-ാം മിനിറ്റിലായിരുന്നു. പെപ്രയുടെ ആ മറുപടി ഗോളിലൂടെ തളർന്നുപോയ ആരാധകരുടെ രക്തത്തെ അത് ചൂട് പിടിപ്പിച്ചു. ശേഷം എതിരാളികൾക്ക് മുകളിൽ അന്ധത തീർത്തുകൊണ്ട് യിസൂസ് ജിമനസിൻ്റെ മടങ്ങിവരവ്. ആ ഗോളൊരു തീയായി കൊച്ചിയുടെ അകത്തളത്തിലിട്ട് ഒഡീഷയുടെ സ്വപ്നങ്ങളെ എരിച്ചു കളഞ്ഞു. ലൂണയിൽ നിന്നും നോഹയിലേക്ക്, നോഹയിൽ നിന്നും യിസൂസിലേക്ക്. അതെ, ആ വിജയ ഗോൾ പിറന്നിരിക്കുന്നു. കൊച്ചിയുടെ ഗാലറി അതങ്ങനെ ആനന്ദത്തിൽ ആടിത്തിമിർത്തു. എന്നാൽ അതിനൊന്നും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 80-ാം മിനിറ്റിൽ ഒഡീഷയുടെ സമനില ഗോൾ വരുന്നു. പിള്ളേര് ചരിത്രം ആവർത്തിക്കുകയാണെന്ന് എൻ്റെ വീട്ടിൽ പോലും ചർച്ചയുള്ളൂ. പക്ഷേ അവിടെയും ഒന്നും അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. ഓരോ മിനിറ്റിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി അത് പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ നിശ്ചിത സമയം കടന്ന് മിനിറ്റ് സൂചി 90+ലേക്ക്. ഒരു നിമിഷം ഈ മത്സരം ഇങ്ങനെ തന്നെ അവസാനിക്കട്ടെ എന്നുവരെ ലബോറ ആഗ്രഹിച്ചിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ തൻ്റെ ഡിഫൻസിങ് ആവനാഴിയിൽ എല്ലാ അസ്ത്രവും അയാൾ പ്രയോഗിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ തങ്ങൾ പൂട്ടിയെന്ന് ഉറപ്പിച്ച അയാളിൽ നിന്നും ഇനി ഒന്നും സംഭവിക്കാനില്ല എന്ന് അവർ ഉറപ്പിച്ച ആ നിമിഷത്തിൽ അവരുടെ ഗെയിം പ്ലാൻ പതറുന്നത് അയാൾക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. ഇനിയൊരു അല്പസമയം കൂടി പിടിച്ചു നിൽക്കാമെന്ന് കരുതിയ ആ നിമിഷം അതേ വിങ്ങിൽ നിന്നും നോഹ എന്ന മൊറോക്കൻ ഈഗിൾ അവരുടെ സ്വപ്നങ്ങളെ ശിഥിലമാക്കുന്നുണ്ട്. അത് ബ്ലാസ്റ്റേഴ്സ് ഉയർത്തെഴുന്നേൽക്കുന്നു. തീർത്തും പൊരുതി നേടിയ വിജയം തന്നെയാണ്. എതിരാളികളെ ഡോമിനേറ്റ് ചെയ്ത് നേടിയ വിജയം തന്നെയാണ്. 2025 ബ്ലാസ്റ്റേഴ്സിൻ്റെ അൺബീറ്റ് റൺ തുടരുകയാണ്. മത്സരം വിജയിക്കുന്നുണ്ട്. വിമർശകർക്കും അനുകൂലിക്കുന്നവർക്കും ഒരേ സമയം മറുപടി എഴുതുന്നുണ്ട്. എന്നാലും പോരായ്മകളും എററുകളും വീണ്ടും തുടർക്കഥയാകുകയാണ്. അതിവിടെ പ്രതിപാദിക്കണമെന്നുണ്ട്. എന്നാൽ ഈ വിജയവും ഈ മത്സര പോരാട്ടവും അതിനെ സാധൂകരിക്കുന്നുണ്ട്. എൻ്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നേയില്ല. പക്ഷേ ഈ രീതികൾ തുടർന്നാൽ പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. ലൂണയുടെ ഗോൾ മാത്രം വിട്ടുനിൽക്കുന്നു എന്ന വിഷമമുണ്ടെങ്കിലും മുന്നേറ്റത്തിലെ ആ ഫോറിൻ ചെയിൻ പെർഫോമൻസുകൾ മുന്നോട്ടുള്ള ഓരോ മത്സരത്തിൻ്റെയും വിധിയെ മാറ്റിമറിക്കുവാൻ കെൽപ്പുള്ളവ തന്നെയാണ്. എങ്കിലും ഇന്ത്യൻ ഡിഫൻസ് എത്രമാത്രം നിലവാരവും നീതിയും പുലർത്തുമെന്ന് കണ്ടു തന്നെ അറിയണം. ഈ മനുഷ്യരുടെ കൈകളിൽ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഏറെ സുരക്ഷിതമാണ്. വിമർശകർക്ക് ഇവിടെ സ്ഥാനമേയില്ല. എന്നാൽ പ്രൊട്ടസ്റ്റുകൾ താരങ്ങളിൽ മുറിവേൽപ്പിക്കുമെന്ന ചിത്രം ഇന്നലെ ലൂണ വൈക്കിംഗ് ക്ലബിൽ നിന്നും പിന്മാറുന്നതിലൂടെ തുറന്നു കാണിക്കുന്നുണ്ട്. പോരായ്മകളിൽ നിന്നും മനസ്സും ശരീരവും ശക്തമാക്കി തിരിച്ചു വരാൻ അവർ ശ്രമിക്കുമ്പോൾ ഈ രീതികൾ ശരിയാണോ എന്ന് ആരാധകർ തീരുമാനിക്കണം. മാനേജ്മെൻറ്റ് ചിന്തിക്കണം. അവസാനമായി പുരുഷോത്തമനും സംഘവും ഒന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്, ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതുവരെ കണ്ടത് കൗതുകമാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് ബ്രഹ്മാണ്ഡ വിസ്മയം തന്നെയാകും. അതെ, ബ്ലാസ്റ്റേഴ്സ് ചത്തിട്ടില്ല, ഉയർത്തെഴുന്നേൽക്കും.